ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു 3/4 കിലോ വെച്ചിട്ട് ഒരു ബീഫ് പെപ്പർ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കെടുത്ത് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ഒരു 3/4 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും പിന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കുക്കർ അടച്ച് വെക്കണം. അതിലേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമണിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് 3 സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തൈര് ഉണ്ടായിരുന്നു, പക്ഷെ അത് പുളി കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാരങ്ങയോ സുറുക്കയോ അതൊന്നും വിനാഗിരിയൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടില്ല, അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്തുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ആ ബീഫ് അതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ ഒരു വേവിക്കുമ്പോൾ ഒരു 7-8 വിസിലിനനുസരിച്ചിട്ട് എന്താണ് പാകത്തെ വേവിൽ നമുക്ക് കിട്ടുള്ളൂ. ചില ബീഫ് നല്ല മൂട്ടുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ അതിലേറെ വിസിലടിക്കേണ്ടി വരുമൊക്കെ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഗ്യാസിലൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട്, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചൂടാക്കാൻ, ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലി, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മൂടി വെച്ചിട്ട് നമുക്കത് അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് കുറച്ച് കറിയോട് കൂടിയായിട്ടാണ് ഇത് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഗ്രേവി ആയിട്ട് കറി പോലെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ട്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.